അറിഞ്ഞാൽ അത് ഗ്രൂപ്പിന്റെ താല്പര്യനെ ബാധിക്കുകയും ബിസിനസിനെ വലിയ രീതിയിൽ ബാധിക്കുകയൊക്കെ ചെയ്യുന്ന സ്വാഭാവികമാണ്. അതെല്ലാം റോയ് ഭയന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അശോക് നഗറിലെ ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും. അതിനൊക്കെ അപ്പുറത്തെ വലിയ നടുക്കമാണ് ഇപ്പോൾ ബംഗളൂരുവിലെ വ്യവസായ മേഖലയിൽ ഒന്നാകെ ഉള്ളത്. ശരി, ബംഗളൂരിലെ അശോക് നഗറിലെ ഓഫീസ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു ഷോക്ക് സ്റ്റേറ്റിലായിരിക്കും ഇപ്പം. കാരണം ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ഒരു മൈൻഡോ ഒരു മെൻറ്റാലിറ്റി കൂടിയാണ് ഇപ്പം എല്ലാവരും കടന്നു പോകുന്നത്. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ന്യൂസ് ഏതാന്നുള്ളത് എല്ലാവർക്കും അറിയാം. CJ റോയി എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എന്ത് സംസാരിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്ത് പറയണം എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. പണം ഉണ്ടായിട്ടോ, പദവി ഉണ്ടായിട്ടോ, അല്ലെങ്കിൽ ചുറ്റും ബോസുകൾ ഉണ്ടായിട്ടോ, ലക്ഷൂറിയസ് കാർ ഉണ്ടായിട്ടോ ഒന്നും കാര്യമല്ല. ഒരു മനുഷ്യന് ജീവിതത്തിൽ ബേസിക്കായിട്ട് വേണ്ട കുറേ സാധനങ്ങളുണ്ട്. ഒന്നാണ് സമാധാനം. രണ്ടാമത്തതാണ് നമ്മളിങ്ങനെ സമൂഹത്തിൽ നാണം കെടുന്ന ഒരവസ്ഥ. മൂന്നാമത്തത് നമ്മൾ ചെയ്യാത്ത തെറ്റ് നമ്മളുടെ മേലടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥ. ഈ 3 സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പോൾ CJ റോയി എന്ന് പറയുന്ന വ്യക്തി കടന്നുപോയത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആൾ തീർത്തത് ആളുടെ മരണത്തിൽ കൂടെയാണ്. എന്തൊക്കെയാണുള്ളത്? എത്ര കാറ്, എത്ര വീട്, എവിടെ സ്ഥലം, എന്ത് പ്രോപ്പർട്ടി, എന്ത് ലൈഫ് സ്റ്റൈല്, എനിക്ക് പറയാനറിയില്ല. പക്ഷേ ഇങ്ങനൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഏത് മനുഷ്യനും അയാളുടെ ജീവിതം തിരിച്ചെടുക്കാൻ അയാൾക്ക് തോന്നും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് CJ റോയ്. പല ആൾക്കാരും കരുതും പൈസ ഉണ്ടെങ്കിൽ എല്ലാം ആയല്ലോ എന്ന്. ഒന്നും അല്ലടോ. പൈസ കൊണ്ട് ഈ ലോകത്ത് വാങ്ങാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കുറേയൊക്കെ ഒരു ഉദാഹരണങ്ങളാണ് നമ്മളിങ്ങനെ പല വ്യക്തികൾ പറയുന്ന പല കേസിൽ കൂടിയും നമ്മൾ കാണുന്നത്, അല്ലെ കേൾക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ എനിക്ക് ലിറ്ററലി ഭയങ്കര ഷോക്കായിരുന്നു ഈ ന്യൂസ് കണ്ട സമയത്ത്. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്താണ് എൻ്റെ സുഹൃത്തുക്കൾ വന്നിട്ട് ഇങ്ങനൊരു വിഷയമുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോഴും ഞാനതിങ്ങനെ കേട്ട് എന്ന് പറഞ്ഞ് വിട്ടു. പിന്നെയാണ് ഞാനിങ്ങനെ തിരിച്ചു വരുന്ന സമയത്താണ് ഞാൻ ന്യൂസ് റെഫർ ചെയ്യുന്നതും പിന്നെ എനിക്ക് കുറച്ച് ന്യൂസൊക്കെ ക്ലിപ്പിങ്സൊക്കെ അയച്ച് കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച അവസ്ഥ, എനിക്ക് CJ റോയി എന്ന് പറയുന്ന വ്യക്തി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണെന്ന് അറിയാം. ബിഗ് ബോസിൽ അനീഷിന് നല്ലൊരു എമൗണ്ട് കൊടുത്ത ആളാണ്. ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന വ്യക്തിയാണ്. വണ്ടീനോട് ഭ്രാന്തുള്ള ആളാണ്. വലിയൊരു കോടീശ്വരനാണ്. ഇതാണ് എനിക്കും ബേസിക്കായിട്ട് അറിയുന്നത്. പക്ഷേ എന്നാൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫ്, എന്നാൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി കഴിഞ്ഞ 3 ദിവസങ്ങളിൽ കൂടെ കടന്നു പോയ ഒരു സിറ്റുവേഷൻ, അവിടെ അയാൾക്ക് മനക്കെട്ടി നൽകാൻ ഇതൊന്നിനും സാധിച്ചില്ല എന്നുള്ളൊരു സാധനമാണ്. അതാണ് ഒരു വ്യക്തിയുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മെൻ്റലി അയാൾ ട്രബിൾഡ് ആയാൽ, മെൻ്റലി അയാൾ ട്രോമറ്റൈസ്ഡ് ആയാൽ എന്ത് ചുറ്റുണ്ടായിട്ടും കാര്യമില്ല, അയാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു സൈഡ് ഓഫ് റിയാലിറ്റി. കാരണം ഞാൻ ന്യൂസ് കേട്ട സമയത്ത് നമുക്ക് ചില ന്യൂസുകളൊക്കെ നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആവില്ല. അങ്ങനെ ഒരു ഷോക്കിംഗ് സ്റ്റേറ്റിലെ വീഡിയോ ആണ്. സോ ഗൈസ്, എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഈ വീഡിയോ ബിഗിൻ ചെയ്യുന്ന തന്നെ ഞാൻ സൈഡിൽ ആദ്യം തന്നെ വെക്കാൻ പോകുന്നത് നമ്മളുടെ ഡോക്ടർ റോയി CJയുടെ വെരിഫൈഡ് അക്കൗണ്ടാണ്. നമുക്ക് അതിൻ്റെ ബയോയിൽ എഴുതിയ കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ, ഫിലിം പ്രൊഡ്യൂസർ, ഇൻറ്റിൽ സ്പോർട്സ് സ്പോൺസർ, അങ്ങനെ കുറേ സാധനങ്ങൾ. ആളുടെ ഒരു പ്രൊഫൈൽ നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും. എല്ലാം 4.9 മില്യൺ, 8.3 മില്യൺ റീച്ച്, ഫുള്ള് വണ്ടീൻ്റെയാണ് കേട്ടോ. ഞാൻ കണ്ട സമയത്ത് ഞാൻ തന്നെ നെട്ടിപ്പോയി. വണ്ടീനോടുള്ളൊരു ഭ്രാന്ത്. അത് ഇവൻ അറിയാം. പുള്ളിയുടെ കഥകളിൽ തന്നെ എന്നെ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഞാൻ റീസെൻ്റ്ലി കുറച്ച് മുമ്പ് പുള്ളിയുടെ ഒരു സ്റ്റോറി ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. പുള്ളി വാങ്ങിയ ഒരു കാറ്, പണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ, എനിക്ക് തോന്നുന്നു മാരുതി 800 റെഡ് കളർ കാറാണ്. ഈ പെർട്ടിക്കുലർ കാർ ഇപ്പോൾ ആരുടെ കയ്യിലാണുള്ളത്, അത് ഏൽപ്പിക്കുന്ന വ്യക്തിക്ക് 10 ലക്ഷം രൂപ തരും എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് പുള്ളി ഷെയർ ചെയ്തിരുന്നു. അത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു ഡിസ്കഷൻ ആയിട്ടുണ്ട്, ഭയങ്കര വൈറലായിട്ടുണ്ട്, ടോപ്പിക് ആയിട്ടുണ്ട്, ഭയങ്കര സംഭവം.
അതിൻ്റെ ന്യൂസ് ബാക്കോട്ട് പോയ സമയത്താണ് പുള്ളി പറഞ്ഞത് ഒരു പുള്ളിക്ക് ആ 1.5 ലക്ഷം രൂപയും കൊണ്ട് എത്രയോ സ്ഥലം വാങ്ങായിരുന്നു. പക്ഷെ പുള്ളി അവിടെ പ്രയോറിറ്റി കൊടുത്ത പുള്ളിയുടെ ഇഷ്ടത്തിനും പാഷനുമാണ്. അപ്പോൾ അങ്ങനെ കുറേ മോട്ടിവേഷൻ സ്റ്റോറീസ് കാര്യങ്ങൾ, പുള്ളി ചെയ്യുന്ന ചാരിറ്റബിൾ വർക്ക്സ് കാര്യങ്ങൾ, ഇതൊക്കെ ഭയങ്കര മോട്ടിവേഷൻ. ഇപ്പോൾ റീസെൻ്റ്ലി പുള്ളി ചെയ്ത ചാരിറ്റബിൾ വർക്കല്ല, അനീഷിന് കൊടുത്ത ഒരു സാധനം എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത്രത്തോളം സ്പേസ് ഉണ്ടായിരുന്ന, ജനങ്ങൾ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്ത ഒരാളാണ്. പൈസക്കാരൻ എന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റിൽ അങ്ങോട്ട് തള്ളിയ ഒരു വ്യക്തിയല്ല. ഇൻസ്റ്റെഡ് പൈസക്കാരനാണെങ്കിലും മറ്റൊരാളെ സഹായിക്കാനും കൂടെ നിൽക്കാനും സ്നേഹിക്കാനും ഒക്കെ മനസ്സുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയം ഒന്ന് ആലോചിച്ച് നോക്കും. അതവിടെ കിടക്കട്ടെ. ഇവിടെ റിയ മേരി റോയിയുടെ അക്കൗണ്ടും ഞാൻ സൈഡിൽ കൊടുക്കാം. മകൻ്റെ പേര് ഡോൺ കാസ്നോവയാണോ? സോറി, അത് തന്നെ. മോൻ്റെ പ്രൊഫൈലും ഞാനിവിടെ കൊടുക്കാം. അങ്ങനെ എന്താ പറയുക, ടു ആൻ എക്സ്റ്റെൻറ്റ് ഭയങ്കര അടിപൊളി ലൈഫ് ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ട്രാജിക് സ്റ്റോറിയാണ്. അപ്പം നമുക്ക് അതിന് മുമ്പ് എന്താണ് ഇവിടെ നടന്നത് എന്ന കാര്യങ്ങളിലോട്ടൊക്കെ പോകും. കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും നാള് ഫോറിൻ എക്സ്ചേഞ്ച് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ടാക്സ് പല രീതിയിലും ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെയും കൂടെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഒരാളിനെ ചോദ്യം ചെയ്യാൻ. ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഒരാളെ വെറും ഒരു കുറ്റവാളിയാണ് കണ്ടുപിടിച്ച് അതിന് വിചാരിക്കുന്ന കാലം കൂടുതൽ മാനസികമായിട്ട് സമ്മർദ്ദം കൊടുത്ത് നമുക്ക് താങ്ങാൻ എല്ലാവരും ഒരേപോലെ ആവണമെന്നില്ല. താങ്ങാൻ പറ്റാത്ത സ്റ്റേജ് വരുമ്പോൾ അഭിമാനം ഒരാളിന് വല്ലാത്ത രീതിയിൽ ദുരഭിമാനം വരുമ്പം ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലാന്നൊരു തോന്നൽ വരുമ്പോൾ ആൾക്കാർ ചെയ്തു പോകുന്നതാണ്. വിഷയം എന്താണെന്നുള്ളത് ഞാൻ ഈ ന്യൂസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് മെയിൻ സ്ട്രീം ചാനലിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആവുന്നത് ഈ ഒരു വിഷയമാണ്. എന്താ കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡിനിറങ്ങി കഴിഞ്ഞ 3 ദിവസമായിട്ട് ആളുടെ പല ഓഫീസുകളിലും കയറുന്നു, പല കോൺവെർസേഷനും ഉണ്ടാവുന്നു, പല വർത്തമാനങ്ങളും ഉണ്ടാവുന്നു. അതങ്ങനെയാണല്ലോ. ഈ അടുത്തും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പൃഥ്വിരാജിൻ്റെ വീട്ടിൽ പോയെന്നോ, മോഹൻലാലിൻ്റെ അടുത്ത് പോയെന്നോ, കൊമ്പ് പിടിച്ചോന്നോ, അല്ലെ മോതിരം പിടിച്ചോന്നോ, എന്തൊക്കെയോ കുന്ത്രാണ്ടങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ഇവരിറങ്ങിയ സമയം ഓട്ടോമാറ്റിക്കലി നമ്മളെ ഭാഗത്ത് കള്ളത്തരുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇത്രയും പൈസ ഇത്രയും അതും ഇതും ചെയ്യുന്ന ഒരാൾക്ക് ആളതായ പ്രശ്നങ്ങളുണ്ടാവും, ആളതായ സൈഡിലുണ്ടാവാം, ആളുടെ ഭാഗത്ത് ചിലപ്പോൾ തെറ്റുണ്ടാവാം, ചിലപ്പോൾ തെറ്റുണ്ടാവില്ല. അതൊക്കെ മാറ്റി വെക്കുകയാണെങ്കിലും ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി വന്നിട്ടുള്ള ഒരു അലിഗേഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർ പുള്ളിയുടെ അടുത്ത് വളരെ മോശമായ രീതിയിൽ പെരുമാറി, പുള്ളീനെ മാനസികമായി ഭയങ്കര നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്തു, പുള്ളീനെ ഭീഷണിപ്പെടുത്തി, പുള്ളീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്നീ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ മാനസികമായി സഹിക്കാൻ പറ്റാണ്ട് വന്ന സമയത്താണ് ബാംഗ്ലൂരിലെ തൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ പുള്ളി ഗൺഷോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോയത്. അപ്പോൾ മാനസികമായിട്ട് ഒരു ഓപ്പോസിറ്റുള്ള വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ട്രോമേനെ കുറിച്ചിട്ടുള്ള ഒരു റിയലൈസേഷൻ ഇല്ല. ഇപ്പം ഈ വിളിച്ച് ഫോണിൽ ഘോര പറഞ്ഞിട്ടുള്ള ആൾക്കാർ, എന്താ നിന്നെ പിടിക്കും അതാക്കും ഇതാക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം എന്താ കിട്ടിയത്? സോഷ്യൽ മീഡിയ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു രൂപമായി ആ പെർട്ടിക്കുലർ വ്യക്തി മാറിയപ്പം നിങ്ങൾക്ക് എന്താ കിട്ടിയത്? ജീവിക്കുന്ന അത്രത്തോളം കാലം മനുഷ്യപ്പറ്റോടുകൂടി ജീവിക്കുക. അതിന് പറ്റാത്തൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്കെങ്കിൽ ഡ്യൂട്ടി ചെയ്യണം. ഞാൻ നിങ്ങളുടെ ഡ്യൂട്ടീനെ കുറ്റം പറയല്ല. നിങ്ങളുടെ ഡ്യൂട്ടിയിൽ എന്ത് അലിഗേഷനാണ് കണ്ടുപിടിച്ചത് എന്നുള്ളതൊന്നും ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടില്ല. ചിലപ്പോൾ ആളുടെ ഭാഗത്ത് തെറ്റുണ്ടാവാം, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ തെറ്റുണ്ടെങ്കിലും നമ്മൾ പറയുന്നതിനൊരു രീതിയുണ്ട്. നമ്മൾ അയാളെ തന്നെ മെൻ്റലിയും ഡിസ്ട്രോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോയതുകൊണ്ടാണ് ഇമാതിരി ഒരു കോടിക്കണക്കിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ അവസ്ഥയിലോട്ട് പോയത്. നമുക്കൊരാളെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നമുക്കൊരാളെ വളർത്തിക്കൊണ്ടുവരാൻ വളരെ പാടാണ്. ഈസി ടു ഡിസ്ട്രോയ്. പക്ഷേ അതുപോലെ അയാളെ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകൽ ഒരിക്കലും എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത് കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് വളരെ കോൺഷ്യസ് ആയിട്ട് ആളടുത്ത് വിളിച്ച് നിന്ന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇത് ഡീൽ ചെയ്യണം, ഇത് സോർട്ട് ഔട്ട് ചെയ്യണം, ഇതിൽ ഇന്ന മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ട് എന്നൊക്കെ രീതിയിലാണ് പറയുന്നതെങ്കിൽ കുറച്ചും കൂടി ഇത് ഒരു പോസിറ്റീവ് ആംഗിളിൽ പോകും. പക്ഷേ അതിന് പകരം നിങ്ങളിതൊരു അവസരമാക്കി എടുത്തുകൊണ്ട് ആളെ നശിപ്പിക്കാൻ നോക്കി. ഇനി ഇതിന് പുറത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ, വേറെ ആരെയും പറഞ്ഞതിൻ്റെ ബേസിസിലാണോ നിങ്ങൾ കളിക്കുന്നത്? അല്ലാണ്ട് ഇങ്ങനെയൊന്നും ഭീഷണിപ്പെടുത്തി ഒരു വെറും ഒരു പൈസ റിലേറ്റഡ് പ്രശ്നങ്ങളാണെങ്കിലൊന്നും ഒരു മനുഷ്യനും കയറി ഈ ഒരു സിറ്റുവേഷനിലോട്ട് പോകില്ല. പുള്ളിനെ മാനസികമായി തകർക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു എന്നോ, ഫോൺ വാങ്ങി വെച്ചു എന്നോ, ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു ആക്ഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കളി ഉണ്ടാവും. എന്തായാലും തെളിയും. ചെറിയ ഉണ്ടയല്ല വലിയ ഉണ്ടയാണ് പോയിട്ടുള്ളത്. അതിൻ്റെ പവർഫുൾ ഗെയിം എന്തായാലും പുറത്ത് കാണാം.
യെസ്, വളരെയധികം നന്ദി ശ്രീ എൻ രഘുചന്ദ്രൻ നായർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും ബിസിനസ് രംഗത്തെ കൂടുതൽ, പ്രത്യേകിച്ച് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയെ തന്നെ സമ്പൂർണ്ണമായി ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഒരു മനുഷ്യന്റെ വിയോഗമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ റോയുടെ ഈ ആത്മഹത്യയെ അങ്ങനെ തന്നെ കാണാൻ കഴിയുകയുള്ളൂ. ഈ ED ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ റോയുടെ ജീവനക്കാർ മൊഴി നൽകിയിരിക്കുന്നു പോലീസിനെ എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്യും, താങ്കളെ ഇനി പുറലോകം കാണിക്കില്ല എന്ന വിധത്തിലൊക്കെയുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ മൊഴിയിൽ ഉള്ളത്. കഴിഞ്ഞ 3 ദിവസമായി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആസ്ഥാനത്തടക്കം ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. നികുതി വെട്ടിപ്പാണ് ED ആരോപിക്കുന്നത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഇതിന് പുറം ലോകം കാണിക്കില്ല എന്നൊക്കെ എങ്ങനെ ഇവർക്ക് പറയാൻ പറ്റുക? ഇങ്ങനെയൊക്കെ പറയുമ്പം ഒരു വ്യക്തി അനുഭവിക്കുന്ന സിറ്റുവേഷനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ഒരു ടോപ്പിക്ക് റിയാക്ട് ചെയ്യുന്നതിൽ കൂടെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരിൽ എനിക്ക് കൺവേ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈസ് അബൌട്ട് ഈ ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ഫിസിക്കലി ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ട്രോമേനേക്കാൾ വളരെ വലുതാണ് നിങ്ങൾ മെൻ്റലി ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ട്രോമ. കാരണം മാനസികമായിട്ട് നിങ്ങൾ അയാളെ തകർക്കുമ്പം ഒരു നിമിഷത്തേക്ക് അയാൾ എന്തെങ്കിലും ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ പിന്നെ നിങ്ങൾ എങ്ങനെ സമാധാനത്തോടുകൂടി ജീവിക്കും? നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളെ മാത്രമേ നിങ്ങൾ മെൻ്റലി ഡിസ്ട്രോയ് ചെയ്യൂ. അല്ലാണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിനെ അല്ലാത്തൊരു വ്യക്തിനെ നിങ്ങൾക്ക് ഒരിക്കലും മാനസികമായി ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, നമ്മൾ റോട്ടിൽ കൂടെ ഒരു തെറ്റ് ചെയ്ത് നടന്നു പോകുമ്പം പബ്ലിക്കിലുള്ള ഒരു 10 ആൾ കല്ലെറിയുന്നതിനേക്കാളും വേദനയാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ സ്നേഹിച്ച് നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി കല്ലെറിയുന്നത്. അപ്പം ഒരാളുടെ മനസ്സിന് അത്രത്തോളം മുറിവേൽപ്പിക്കാൻ പറ്റുക നമ്മളുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയി നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ സിജോ റോയിൻ്റെ കേസും അല്ല ഞാൻ പറയുന്നത്, അവിടെ ആളുടെ അത് ആ സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ് ഞാൻ പറയാം. അപ്പം ഇങ്ങനെ മെൻ്റലി കണക്റ്റഡ് ആയി നിൽക്കുന്ന വ്യക്തിൻ്റെ മെൻ്റലി നിങ്ങൾ ഈ ട്രോമറ്റൈസ്ഡ് സിറ്റുവേഷനിൽ കൂടെ പോയി അയാളുടെ ലൈഫ് അവസാനിക്കുന്ന ഒരു സ്റ്റേജ് കാണുമ്പം എന്താ കിട്ടുന്നത്? റീസെൻ്റ്ലി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അല്ലേ, K-ഡ്രാമയിലെ കാമുകൻ എങ്ങാനും മരിച്ചു എന്ന് പറഞ്ഞ പെൺകുട്ടിയായത്. ഏത് K-ഡ്രാമ? ഏതോ ഒരുത്തൻ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി കൊച്ചിനോട് ചാറ്റ് ചെയ്തതെന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. പക്ഷേ അതിൻ്റെ ഒരു ലൈഫ് പോയി. ഇനി ഇവനൊക്കെ എത്ര കുളിച്ചിട്ടും എവിടെയൊക്കെ കടന്നാലും ഇനി ഏതൊക്കെ രാജ്യം പോയാലും ഇവനൊക്കെ എന്തെങ്കിലും ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ പറ്റുമോ? അപ്പം ഒരിക്കലും നമ്മൾ കാരണം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. മറ്റൊരാളെപ്പോഴും ഹാപ്പിയായി ജീവിക്കണം. അതാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. ഇവിടെ CJ റോയിൽ നടന്നിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ആളെ ഭയങ്കര ഭീഷണിപ്പെടുത്തി, ആളെ ഭയങ്കര നാറ്റിക്കുമെന്നൊരു ലെവലിലോട്ട് എത്തി. പിന്നെ എന്തിനാ ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്നത് എന്നൊരു ആംഗിളെ എല്ലാ മനുഷ്യന്മാർക്കും തോന്നും. ഇവിടുത്തെ കോടതിയുടെ ഒരു നിയമപ്രകാരം ചിലപ്പോൾ ഈ തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണേൽ പുറത്തിറങ്ങി വരാം, അവർക്ക് രക്ഷപ്പെടാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവിടെയൊക്കെ രക്ഷപ്പെട്ടോ? പക്ഷെ നിങ്ങൾക്കൊരു മനസാക്ഷിയില്ലേ? അതിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? എപ്പോഴും ആലോചിക്കുക, ചിന്തിക്കുക, അതിന് ശേഷം ആക്ട് ചെയ്യുക. അയാളുടെ ഭാഗത്തൊരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആളെ വിളിച്ചിരുത്തി റെസ്പെക്ട് ചെയ്തുകൂടെ? ആളെ വിളിച്ചിരുത്തുക, അത് ആരാണെങ്കിലും. ഇപ്പം എൻ്റെ ക്ലയൻറ്റ് സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഞാൻ അവരെ റെസ്പെക്ട് ചെയ്ത് പെരുമാറും. ആളെ വിളിച്ചിരുത്തി ആളോട് വളരെ മാന്യമായ രീതിയിൽ ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിനൊരു തീരുമാനമായതിന്. അതിന് പകരം ആളെ കയറി പുറം ലോകം കാണിക്കില്ല. നിങ്ങളെ പുറത്താണ് അവർ കയറിയിരിക്കുന്നത്, പുറം ലോകം കാണിക്കില്ല എന്ന്. ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ പറഞ്ഞു, നിങ്ങൾക്കതൊരു വേർഡാണ്, നിങ്ങൾക്കത് ഷൈൻ ചെയ്യാനുള്ളൊരു സാധനമാണ്. പക്ഷെ ആ വേർഡും ആ സെൻറ്റൻസും ഓപ്പോസിറ്റിലെ വ്യക്തിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് ഇതൊരു പാടായിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞ വേർഡ്സ് കൊണ്ടും നിങ്ങൾ കാണിച്ച ആ ഹുങ്ക് കൊണ്ടും മാത്രം ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു പണക്കാരന് ഫുള്ള് കൈവെള്ളയിലുള്ള ഒരു മനുഷ്യൻ മരിക്കുന്നുണ്ടെങ്കിൽ പാവപ്പെട്ട മനുഷ്യന്മാരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. അധികാരത്തെ ഗുണ്ടായുസമായി കാണുന്ന ഒരു വലിയ സമൂഹം ഇപ്പോൾ ഉണ്ട്. ഇവന്മാരൊക്കെ എന്ന് ഈ പരിപാടി നിർത്തിപ്പോന്നോ അന്ന് ഈ ലോകം രക്ഷപ്പെടും. എന്തായാലും ആദരാഞ്ജലികൾ പറയുകയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും. ഈ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ തരണം ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ്